ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ചു. എങ്ങും നിറഞ്ഞ അന്ധകാരം, ആഴത്തിനു മീതെ ഇരുൾ വ്യാപിച്ചിരുന്നു. യഹോവയായ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. വെളിച്ചം എവിടെ നിന്നുണ്ടായി? യഹോവയായ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ വെളിച്ചമുണ്ടായി. അതിലെന്താ ഇത്ര സംശയം? സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഇന്ന് ഈ പ്രപഞ്ചത്ത് കാണുന്ന സർവ്വജീവജാലങ്ങളെയും സർവ്വചരാചരങ്ങളെയും യഹോവയായ ദൈവം 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു. ഈ ജീവനുള്ള സകല ജീവജാലങ്ങൾക്കും സ്വച്ഛന്തം വിഹരിക്കുവാനും യഥേഷ്ടം ഭക്ഷണം കഴിക്കുവാനുമായി അങ്ങ് കിഴക്ക് യഹോവയായ ദൈവം ഒരു തോട്ടമുണ്ടാക്കി. ഏദൻ തോട്ടം. ഏദൻ തോട്ടം. ഏദൻ തോട്ടം. അങ്ങു കിഴക്ക് ഒന്നു നോക്കുകിൽ ഏദൻ തോട്ടം കാണാം. അങ്ങു കിഴക്ക് ഒന്നു നോക്കുകിൽ ഏദൻ തോട്ടം കാണാം. 4 നദികൾ വേർപിരിഞ്ഞൊഴുകി ഏദൻ തോട്ടം നനച്ചു. 4 നദികൾ വേർപിരിഞ്ഞൊഴുകി ഏദൻ തോട്ടം നനച്ചു. അങ്ങു കിഴക്ക് ഒന്നു നോക്കുകിൽ ഏദൻ തോട്ടം കാണാം. ഭൂമിയിലെ പർദീസയാണ് ഈ ഏദൻ തോട്ടം.